അപ്പോൾ നമ്മൾ അൽക്കസാർ ഷോ കാണാൻ പോവാണ് കേട്ടോ. പട്ടായ അൽക്കസാർ ഷോ 8 മണിക്കാണ് കേട്ടോ ഷോ ടൈം. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. ഋഷിയുണ്ട്, ചേട്ടനുണ്ട്. അപ്പം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു കാറൊക്കെ ഉണ്ട് കേട്ടോ, ഇട്ടിട്ടുണ്ട്. അപ്പം ഇതേ അത് നോക്കിക്കേ, ലൈറ്റ്. ഋഷി അത് നോക്കടാ അങ്ങോട്ട്. ദേ അങ്ങോട്ട് നോക്കിയേ, വീല് കണ്ടോ? ബിഗ് വീല് നോക്കിക്കേ. ആ ഇവിടെ ഇരുന്നാലല്ലേ അതൊക്കെ കാണുള്ളൂ, അവിടെ പോയിരുന്നാ കാണുമോ? വലിയ വീലാ നോക്കിക്കേ. ഋഷിക്ക് ഏറ്റവും ബാക്കിലിരിക്കണമെന്ന് പറയണം, പക്ഷെ ബാക്കിലെ സീറ്റ് മടക്കി വെച്ചേക്കുക. ഏറ്റവും ബിഗ്. നമുക്ക് എന്നിട്ട് 1 മണിക്കൂറത്തെ ഷോ ആണെന്ന് തോന്നുന്നു. 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വന്ന് നമ്മൾ രാവിലെ പട്ടായയിലൊക്കെ പോയി, ബീച്ചിലൊക്കെ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി, എണീറ്റ് ഫ്രഷായി തിരിച്ച് റെഡിയായി ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. അത് നല്ല ബ്ലോക്കാണ് കേട്ടോ. അത് 5 മിനിറ്റ് ആയിട്ട് ഇവർ 7 മണിക്ക് തന്നെ പോവാന്ന് പറഞ്ഞു. ഭയങ്കര ബ്ലോക്ക്, അടിപൊളി ബ്ലോക്ക് ഇട്ടേക്കുവാണ്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വണ്ടി ഇറങ്ങി വന്നേക്കുവാണ്. അതാവും 5 മിനിറ്റിൻ്റെ പരിപാടി. 1 മണിക്കൂർ മുന്നേ ഒരു പിക്ക് ചെയ്യാൻ വന്ന. നൈറ്റാണ് കേട്ടോ. എല്ലാവരും രാവിലെ ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ അടച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു. ഇപ്പോൾ എല്ലായിടും ഓണായി, എല്ലായിടും ലൈറ്റൊക്കെ വന്ന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കിക്കേ, അങ്ങോട്ട് നോക്കിക്കേ, ലൈറ്റ്. സൂപ്പർ. ഇതാ മാർക്കറ്റ് ഓപ്പൺ ആയി കേട്ടോ. ഇവിടാണ് മാർക്കറ്റ്. നമുക്ക് വന്നിട്ട് വാവ് സൂപ്പർ കേട്ടോ. 900 meter, 800 meter. Akasa on the other side. So when you finish here, മാർക്കറ്റ് രാവിലെ മാർക്കറ്റ് ഒന്നും അറിയുന്നില്ലായിരുന്നു വലുതായിട്ട്. ഇപ്പോഴാണ് ഇങ്ങോട്ട് നോക്കിക്കേ ഋഷി, സ്ത്രീയിലൊക്കെ ലൈറ്റ് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു മുംബൈ മസാല റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. തായ് ബാത്ത് 250 per person. ഇന്ത്യൻ ബഫറ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ. ഇന്ന് വന്നേ ഋഷി, പിന്നെ കാണാം. വാ, മസാല ചായ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നു പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്യൂ ആവും, നമ്മുടെ ഏജൻസിക്കാർ ഇങ്ങനെ ചോദിക്കുമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു തിരിച്ച് ഹോട്ടലിലാക്കിയിട്ട് ഞങ്ങൾ പിന്നെ രണ്ടാമത് നടന്നു വരാമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പംകിൻ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ അൽക്കസാർ ഷോ. കുറച്ച് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് വഴി അറിയാത്തതുകൊണ്ട്, നേരത്തെ അറിയായിരുന്നെങ്കിൽ നമ്മൾ നടന്നേ വരത്തുള്ളായിരുന്നുള്ളൂ. നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ മാർക്കറ്റ് അതൊക്കെ കണ്ടിട്ട് നമുക്ക് നടന്നു വരാമായിരുന്നു. നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഇവിടെ ഉള്ളൂ. ഋഷി നോക്കാം പാ. എന്നിട്ട് ഇത് തുടങ്ങിയിട്ടില്ല. നമുക്ക് വേണ്ടി പുള്ളി, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് വന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. എവിടെ ഋഷിയുടെ ഋഷിയുണ്ട് കേട്ടോ ഇവിടെ. കൈ നോക്കിക്കേ. പാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ പാസ് പുള്ളിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പാസ് വാങ്ങിച്ചിട്ട് അകത്തോട്ട് കയറാൻ പോവാ കേട്ടോ. പലരും പറഞ്ഞായിരുന്നു അൽക്കസാർ ഷോ കാണാൻ കൊള്ളാത്ത ഷോ ആണ്. അങ്ങനെ എല്ലാം ഒരു ആർട്ട് ഫോമിൽ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഷോ തന്നെയാണ് കേട്ടോ ഇത്. അല്ലാതെ കാണാതിരിക്കാൻ വേണ്ടിയൊന്നും ഇല്ല അതിനകത്ത്.
ഷോ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാസ് അവിടെ പാസ് എന്തായാലും നമ്മുടെ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പൊ കണ്ടിട്ട് ബാക്കി. ഇത് കീറും, പാസ് കയറല്ലേ. $750 ഡോർ ഓഫർ. 750. നമ്മള് ഇത് കാണാനാണ് കേട്ടോ വന്നേക്കണേ. നല്ല സുന്ദരിമാരായ ചേച്ചിമാർ പെമ്പിള്ളർ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും. അതൊക്കെ നമുക്ക് കാണാം. അത് കാണാനായിട്ട് നമ്മളത് അൽക്കസാർ ഷോ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. അപ്പോ കൊറേ പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റും. 1 മണിക്കൂറത്തെ ഷോ ആണെന്ന് തോന്നുന്നു. നമ്മളിത് കാണാനാണ് വന്നേക്കുന്നത്. ഇത് പട്ടായയിലാണ് കേട്ടോ. പട്ടായ വന്ന മസ്റ്റ് ആയിട്ടും കാണേണ്ടതാണ്. നമ്മള് ഏത് പാക്കേജ് എടുത്ത് വന്നാലും അതിനകത്തൊക്കെ ഈ അൽക്കസാർ ഷോ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇതിന്റെ അകത്തേക്കൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. ഷോ ഇവിടെ അല്ല നടക്കുന്നത്. ഷോ അപ്പുറമാണ്. അരിശി അത് കൈ വെച്ചോ. ഇത് ടിക്കറ്റ് കൗണ്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളെ ടിക്കറ്റ് കാണിച്ചപ്പോ നമുക്ക് അകത്തേക്ക് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ക്യൂ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. అందరం కలిసే ఉందాం. വെള്ളമൊക്കെ കിട്ടി കേട്ടോ. ആണോ? അകത്തേക്കില്ല. Okay, 3047. ഇവിടല്ലേ? ഇവിടെ 37 ആണോ? എടുക്കണോ? ഷോയുടെ ടിക്കറ്റൊക്കെ നമ്മുടെ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും അറിയേണ്ടി വന്നില്ല. ടിക്കറ്റ് അവരെടുത്ത് തന്ന് നമ്മൾ കയറി. അപ്പോൾ ഫ്രണ്ടിലൊക്കെ ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മളൊരു മിഡിൽ സീറ്റിലൊക്കെയാണ് ഇരുന്നത്. പിന്നെ നമ്മൾ 1 മണിക്കൂറത്തെ ഷോ കറക്റ്റായിട്ട് ഫുൾ എൻജോയ് ചെയ്ത് കാണാനുണ്ട് കേട്ടോ. അവരുടെ പെർഫോമൻസ് ആയാലും ഡിഫറെൻറ്റ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ആണുങ്ങളും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. അവരുടെ നല്ല ഹൈലൈറ്റഡ് പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് അവർ വീഡിയോ എടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് നേരം എടുക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ഫുൾ ടൈം ആൾക്കാർ സ്റ്റേജിന് ചുറ്റിനും അവരുടെ ആൾക്കാർ വാച്ചിങ്ങിലുണ്ടാകും. അപ്പോൾ ആരെങ്കിലും ക്യാമറ ഓൺ ചെയ്യുന്നതായിട്ട് ഇരുട്ടാണല്ലോ, ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ അവർക്കറിയാം. അവരപ്പോൾ തന്നെ ടോർച്ചൊക്കെ അടിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്യിക്കും. അങ്ങനെയാണ്. അപ്പം ഇത് സ്റ്റേജിനുള്ളിൽ, ഓഡിറ്റോറിയത്തിനുള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല. ഇങ്ങോട്ട് ഋഷി ഇങ്ങോട്ട് വന്നേ.
ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ എത്ര രൂപയെന്ന് പറഞ്ഞാൽ കണ്ടോ. കണ്ടില്ല. വാ പോയി നോക്കണ്ട, ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. ഇല്ല, അതിന് പൈസ ഇട്ടിട്ടുള്ള 10 ടൈം വർത്ത് 20 ടൈം വർത്ത് ഒക്കെ കൊടുത്താൽ അതിനകത്ത് കളിക്കാൻ പറ്റുള്ളൂ. കട്ട് ഫ്രൂട്ട്സ്, മുതലിനെ വെച്ചേക്കുന്നുണ്ടോ? ഓ, ചോദിച്ചാൽ എത്രയാണ്? ഫ്രണ്ടിലേക്ക് സ്മോള് മീഡിയം. സ്മോൾ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരെണ്ണം മേടിക്കണം കേട്ടോ. അത് അതിന്റെ അല്ല, അതിന്റെ അല്ല, അത് അതിന്റെ അല്ല, ഇതിന്റെ ചക്കട പോലത്തെ കിട്ടിയില്ലേ? ദൂരിയ വരച്ച്. ഓയ് 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 ഓയ്, നോ. അത് അറിയില്ല. വാ വാ, ഇതെന്തോ അത് ദൂരിയാൻ ഉറങ്ങാട്ടല്ലോ, മറ്റേ ഇത്രയായിട്ടല്ലേ വെച്ചേക്കണേ. അത്രയും കഴിക്കാൻ പറ്റുമോ? ഋഷി വാ. ചെറിയ ചെറിയ സാമ്പിൾ ഉണ്ടെങ്കിൽ ദൂരിയാൻ്റെ നോക്കാം. ദൂരിയാനുണ്ടോ സാമ്പിൾ? ഇല്ല. തള്ളിയിടല്ലേ ആളാണ്. മതി മതി, വാ വാ. ഋഷിക്കത് ഇഷ്ടമായി കേട്ടോ. ഇഷ്ടമായി ഋഷി? കൊടുക്കാനില്ല. വാ, അതുവഴി പോവാ. വാ ഋഷി, പോവാ. വാ വാ. എന്ത്? രണ്ട് ക്രാബ്. ഇത് ഫിഷാണ് കേട്ടോ. ഇതെന്തിനാ? ഈച്ച വരാതിരിക്കാനോ ഈ കെട്ടി തൂക്കിയിട്ടേക്കണം? ഈ സമയത്തൊക്കെ ഈച്ച ഉണ്ടാവോ? സ്ക്വിഡ് അല്ലേ? ആ, ജീവനുള്ളത് നോക്കിക്കേ ഋഷി. കടിക്കും കേട്ടോ.
കിട്ടോ നടക്കാൻ? അയ്യോ കൊള്ളാലോ. ആ ചെമ്പ് ചിക്കൻ പോർക്ക് പുഴു പാറ്റ പാമ്പോടാ. അതെ പാമ്പ്. ആ തവള. മീനിനെ കണ്ടോ? ഇതെന്താ? ആ ഇത് മറ്റേ സംഭവം. ഇത് എന്താ ഇത് പൊളിച്ച് കഴിക്കുന്നത്? എന്തിന്റെ പേര്? സ്ക്വിഡ്. മഷ്റൂം. ആമയല്ലത് മഷ്റൂം. മഷ്റൂം മഷ്റൂം ഗ്രിൽഡ് മഷ്റൂം, ഗ്രിൽഡ് റാപ്ഡ് ബ്രോക്കോളി, റോസ്റ്റ് ഡക്ക്, തവള. ആ അങ്ങ് തവളയല്ലത് ഡക്ക്. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങളെ തായ്ലൻഡിലൊക്കെ പോവുകയാണെങ്കിൽ, തായ്ലൻഡിലല്ല എങ്ങോട്ട് പുറത്തേക്ക് പോയാലും അവിടുത്തെ ഫുഡും അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണം ട്രൈ ചെയ്യാൻ. അവിടെ പോയിട്ട് നമ്മൾ ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ അറിയാതെ പോകുമല്ലോ. അപ്പം അവിടെ പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഇന്ത്യൻ ഫുഡൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. മണി വാല്യൂ തായ്ലൻഡിലൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ഇരട്ടി ക്യാഷാണ് അവിടെ. നമ്മൾ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണിയുമായിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഒന്നും പോയിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഋഷി മൂങ്ങ മൂങ്ങ അങ്ങോട്ട് നോക്ക്. മൂങ്ങേനോ? ആ മൂങ്ങേനെ നോക്ക്. അവിടേക്ക് അവിടേക്ക്. ജിറാഫില്ല. ആ ഇത് ദൂരെയാണല്ലേ. ആ ഇത് വലുതല്ലേ. ആ ഗോൾഡൻ ബെറി. പട്ടായയുടെ മുഴുവൻ വ്യൂ കാണാൻ പോവാണ് കേട്ടോ ഈ ജയിന്റ് വീലിനകത്ത്. അപ്പോ വാ നമുക്ക് പോവാം. ഋഷി പതിയെ. ഋഷി പേടിക്കുമെന്നൊന്നും അറിയത്തില്ല. ഋഷി വെയിറ്റ് 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 വെയിറ്റ്. ഇവിടെ അല്ല അവിടെ 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 ഇവിടെ അല്ലേ ഇവിടെ വാ വാ ഇവിടെ അവിടെ. പേടിക്കോ ഋഷി? അപ്പോ നമ്മൾ കറങ്ങ്. ഋഷി ഒറ്റയ്ക്കിരിക്കണ്ടപ്പാ. നമ്മളെവിടെ പോണു? ജയിന്റ് വീലിൽ പോണു. പേടിക്കോ ഋഷി? കറങ്ങും അത്. നല്ല പേടിയുണ്ടോ? കണ്ണ ആ നമ്മള് മേലോട്ടാ പോണേ. കണ്ടോ? ഇപ്പൊ തിരിഞ്ഞു നോക്കിക്കേ. വീഴരുതേ. കണ്ടോ?
എനിക്ക് ചെറിയ പേടിയാവുന്നുണ്ട്. വാവ് ഉണ്ടോ? ആ നമ്മള് പൊക്കത്തെത്തി. അവിടെ ഇരിക്കി. വീഴും കേട്ടാ. അപ്പൊ ഇങ്ങോട്ട് കേറിയിരിക്കേ. ആ നോക്കിക്കേ, താഴോട്ട് നോക്കിക്കേ. ബീച്ച് അല്ലേ? ഏറ്റവും മുഖത്താത്തി ഇപ്പൊ നോക്കിക്കേ, അങ്ങോട്ട് നോക്കിക്കേ. ഏറ്റവും മുകളിലാണ്. താഴെ വീഴില്ല. ഇതേ ഫ്ലൈറ്റിന്റെ പൊക്കത്ത് നിൽക്കുന്ന നമ്മള്. കണ്ടോ എയർപ്ലെയിനെ കണ്ടോ? എന്താണ് ചെയ്യും? ഫ്ലൈറ്റിന്റെ താഴെ ഇപ്പൊ എത്തും. നോക്കിക്കേ. ഇല്ല നമ്മള് താഴെ എത്തി. ഇനി പോവില്ലാന്ന് തോന്നുന്നു. ഈ ഒരു റൗണ്ടല്ലോ. പിന്നെ സ്പീഡില്ലല്ലോ. യെസ്, നമ്മൾ താഴെ എത്തിയിരിക്കുന്നു. എത്തി എത്തി. ഇപ്പൊ നമ്മളെ തുറന്നു വിട്. ആ നമ്മള് പൊക്കത്തെ പൊക്കോണ്ടിരിക്കുക. ബെൽറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സ്പീഡിലൊന്നും കറങ്ങൂല. മറ്റേ ഫുൾ വ്യൂ പട്ടായ എന്നങ്ങാണ്ടല്ലേ എഴുതി വെച്ചേക്കണം. അപ്പൊ പിന്നെ സ്പീഡിന് ഇറക്കി എങ്ങനെ വ്യൂ കാണുന്നത്? നല്ല ഇതോട്ടല്ലേ, ക്വാളിറ്റി ഉള്ള സംഭവ. മറ്റേ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്നതാ. ഇതിന് VIP ഉണ്ടോ? അതെന്താ? വേറെ ഈ ക്യാബിൻ കണ്ടോ? അതിനെന്താ പ്രത്യേകത? അതിനകത്ത് ടേബിളൊക്കെ ഉണ്ട്. ആ നമ്മുടെ പുറത്ത്. ആ ഇതും VIP അല്ലേ? അല്ലേ അവിടെ ദൂരെ ഉണ്ടല്ലോ പട്ടായാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ചിട്ട് സൂപ്പർ. നമുക്കിനി പറ്റി അവിടെയും കൂടെ രാത്രി പോകാനുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, അത് കഴിക്കണം. മുതല ക്രൊക്കഡൈൽ. ഞാൻ അവിടത്തെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വന്ന സാധനം ക്രൊക്കഡൈൽ ഞാൻ കണ്ടവിടെ. മേടിച്ച് കാണണ്ട, അമ്മ മാത്രം കണ്ടാൽ മതി. താങ്ക് യു. ആ സക്കില് പോലെ കറക്കി ബാ. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വലിയ സ്പീഡിനുള്ള കറക്കമൊന്നുമില്ല, നോർമൽ സ്പീഡിന് എല്ലാ വ്യൂവും കാണിച്ചുകൊണ്ടുള്ള കറക്കം. അതുകൊണ്ട് നമുക്ക് വല്ല പേടിയൊന്നും ആയില്ല. നോക്കി ഇറങ്ങണം രശി, നോക്കി രശി. അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്മസ് ട്രീനെ കാണാൻ പോയി. ഇവിടെ എനിക്ക് അപ്പുറം വന്നിക്കാം, അമ്മ ഫോട്ടോ എടുക്കാം.
എൻ്റെ ഋഷി നോക്കിക്കേ. നല്ലത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലായിടം ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും പാപ്പാനിയും ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ ഈ ടൈമിന് പോയപ്പോൾ. നമുക്കൊരു ക്രിസ്മസ് വൈബ് എവിടെ പോയാലും കിട്ടുമായിരുന്നു. ഈ ഡിസംബർ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതുപോലെ ലൈറ്റ്സും സ്റ്റാറും ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് എവിടെ നോക്കിയാലും നൈറ്റ് ഒരു ക്രിസ്മസ് വൈബ് നമുക്ക് കിട്ടും. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ കയറിയ ജെയിൻറ്റ് വീല്. അപ്പോൾ അവിടെ കയറി അതിൻ്റെ പൊക്കത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പട്ടായയുടെ ഫുൾ വ്യൂ കാണാൻ കഴിയുമായിരുന്നു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. നമുക്കൊരു 2 റൗണ്ട് അവരെ കൊണ്ടുപോയി കറക്കും. പിന്നെ അതിൻ്റെ അടിയിലൊരു ഫ്ലൈറ്റ് കണ്ടില്ലേ, അത് ഒറിജിനൽ ഫ്ലൈറ്റാണ് കേട്ടോ. ഒറിജിനൽ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നതാണ്. നമ്മൾ എത്ര ദൂരെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ജെയിൻറ്റ് വീലും ഈ മാർക്കറ്റിനുള്ളിരിക്കുന്ന ജെയിൻറ്റ് വീല് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മനസ്സിലായില്ല ഇത് നമ്മുടെ ഫുഡ് മാർക്കറ്റാണെന്നൊന്നും. പക്ഷേ രാത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സ്ട്രീറ്റ് ഫുഡിൻ്റെ മാർക്കറ്റാണെന്ന് മനസ്സിലായത് തന്നെ. തായ്ലൻഡ് സ്പെഷ്യൽ മാംഗോ സ്റ്റിക്കി റൈസ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. ഇത് എത്ര? 100 ബാത്താണ് കേട്ടോ. ഇത് സ്പൂണുണ്ട്, ഒരെണ്ണം മേടിച്ചോളൂ. ഇത് അതിലൊഴിക്കാനുള്ള തേങ്ങ പല സംഭവമാണ്. പൊട്ടിക്കാം നമുക്കിത്. ഋഷിക്ക് വേണ്ടല്ലേ? ഋഷി പിണങ്ങിയിരിക്കും. ഋഷി അങ്ങോട്ട് ഈ തരാം. മാംഗോ തരാം. സ്പൂൺ ഇത് ചോറിലിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. സ്പൂൺ വേണ്ടി വരും. മാംഗോ മാത്രമല്ല കേട്ടോ, റൈസും കഴിക്കണം. കൊള്ളാം. ഇത് ഒഴിക്കട്ടെ? ഇത് ഒഴിച്ച് വേണം കഴിക്കാനെന്ന് പറയണം. ഋഷി മാങ്ങ മാത്രം കൊണ്ടുപോകല്ല കേട്ടോ, ചോറ് കഴിക്കുന്നവർക്ക് മാങ്ങ വേണം. ഋഷി പിന്നെ ചോറ് കഴിച്ചോ. ചേട്ട് ഇത് മധുരമുള്ള തേങ്ങാപ്പാല. മധുരമുണ്ട്. കഴിച്ചു നോക്കിയേ. ഇനി ചേട്ടൻ കഴിച്ചിട്ട് അഭിപ്രായം പറയും. പണ്ടേ ഋഷി ഉപ്പുമുളകും മാങ്ങയൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് തോന്നിയാ? ഇപ്പൊ തോന്നിയാ? ഋഷി മാങ്ങ മാത്രമായിട്ട് ഇത് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടൂല. ചോറും കൂടെ കട്ട് കാണിച്ചു. കട്ട് മാങ്ങ കാണിച്ചു. ഇത് മൊത്തം കഴിക്കണോ? ഇത് കഴിക്കുമ്പോഴാണ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടണം അല്ലേ? അപ്പൊ നമ്മളിത് ക്രോക്കഡൈൽ മേടിക്കാൻ ഓർഡർ ചെയ്ത് സ്മാളാണ് പറഞ്ഞത്. 200 ബാത്ത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് 2 സ്പൈസി, അങ്ങനെ സ്പൈസി മീഡിയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം 2 സ്പൈസി നമ്മൾ പറഞ്ഞില്ല, മീഡിയം പറഞ്ഞ്. നമ്മളല്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അവരോട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ക്രോക്കഡൈൽ ഇതിനകത്ത് ഡിപ്പൊക്കെ തന്നിട്ടുണ്ട്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അല്ലല്ല, അത് വേറെ സാധനം. നോക്കട്ടെ, അമ്മ നോക്കട്ടെ. ഋഷി അങ്ങ് അതെടുത്ത് കഴിച്ചേ. ഡിപ്പൊക്കെ ഡിപ്പ് പൊട്ടിക്കാൻ ഭയങ്കര പാടാം. നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഒരു റബ്ബർ പോലത്തെ ഫീല്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
നൈസ്. അപ്പോൾ തായ്ലൻഡിൽ വരുന്നവരുണ്ടെങ്കിൽ ഇതൊരു വട്ടം ട്രൈ ചെയ്യണം. സ്മോളാണ് കേട്ടോ, നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ തോന്നുന്നത്. അടുത്ത് നമ്മൾ വന്നേക്കുന്നത് എന്തോ മഷ്റൂം ഗ്രിൽഡ് ഫ്രൈയും വെണ്ടയ്ക്കയും വെജുകാരുടെ സ്പെഷ്യൽ. അതിനകത്ത് ഡിപ്പ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അയ്യോ താഴെ പോയി. ഋഷിക്ക് തരും, അച്ഛൻ തരും. ഋഷിക്കുള്ള ഐറ്റംസ് ഒക്കെ ഇതാ. വെണ്ടയ്ക്ക നീ ഒന്നും കഴിക്കുന്നില്ല. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തേണോ? ഇതെന്ത് ഇങ്ങനെ കൊടുക്കണേ? എരിവുണ്ടോ? ഡിപ്പ് എന്താ എരിവുള്ളതാണോ? എനിക്കൊരു കഷ്ണം എടുത്ത് തന്നെ. ഉപ്പ് മുക്കിയാലേ ടേസ്റ്റ് ഉള്ളൂ. ആ ഇതെന്താ ഫ്രൈ ആണോ അതോ ഗ്രില്ലോ? ഓ നല്ല ചൂടാണല്ലോ. വെണ്ടയ്ക്ക് വെറുതെ ഗ്രില്ല് ചെയ്തേന്നു, എന്നിട്ട് അതിനകത്ത് അത് വേണ്ട കഴിക്കടാ. ഇനി എന്താ മഷ്റൂം പിന്നുള്ള അത് മഷ്റൂം റെസി വേണോ? ഇത് വേണോ? ഏതാ ഇതാണോ വേണ്ടത്? കഴിക്കണം കേട്ടാ. വടി വേണ്ട. കമ്പെന്തിനാ നിനക്ക്? കഴിക്കണേ കഴിക്കും. മഷ്റൂം അല്ലേ പറഞ്ഞ് വേണമെന്ന് പിടി കൊടുക്കുക. എന്താ എന്ത് ആണോ? സുഖമില്ലാത്ത മീൻസ് അതിങ്ങനെ അതാണ് ഇപ്പൊ കഴിച്ചേ. പറ്റണ്ടേ? കയ്പാണോ? അഭിപ്രായം പറയട്ടെ. അഭിപ്രായം പറ. ക്യാമറ കൊണ്ടില്ല. ഒരു വൃത്തിയായിട്ടൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു. കുഴപ്പമില്ല, ചവച്ച് ഇറക്കാം, പക്ഷെ എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റില്ല. ആമ കൂട്ടിരിക്കുന്നല്ലേ മഷ്റൂം ഇതുപോലെ തന്നെ. അത് എനിക്കെന്തിനാ വെക്കണേ? മറ്റത് ഞാൻ എന്താ നോക്കട്ടെ. അതല്ല മറ്റത് ചേട്ടൻ തുപ്പിയത് കാരണം എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ഒന്ന് നോക്കട്ടെ. വെണ്ടയ്ക്ക് മാത്രമേ കൊള്ളാവൂ. എന്റെ പൈസ പോയി. എത്ര രൂപ? മസാല ഒന്നുമില്ലല്ലേ അതിനകത്ത്, വെറും മഷ്റൂം. അപ്പോൾ വെജ് വെണ്ടയ്ക്ക മാത്രമേ കൊള്ളാവുന്നതാണ് ചേട്ടൻ പറയാൻ. ബാക്കി മഷ്റൂമൊക്കെ ഫ്ലോപ്പായി. അത് മിക്കവാറും കളയേണ്ടി വരുമെന്ന് തോന്നുന്നു. എൻ്റെ ഇവിടെ കാലിയാറായി കേട്ടോ. അത് കോളിഫ്ലവർ, ക്യാബേജ്. എൻ്റെ കഴിയാറായി. ഒരു വികാരമില്ല ചേട്ടൻ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. ഋഷി ക്ഷീണിച്ച് ഋഷിനെ എടുത്തോണ്ട് നടക്കണമെന്ന്. എൻ്റെ ക്യാമറ ഓണാക്കി വെച്ചിരുന്നെങ്കിൽ ഓടുന്നുണ്ടോ ഇല്ലേന്ന് കാണാമായിരുന്നു. ഇപ്പോൾ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. കുറച്ച് നടക്കണം. ചെറുതായിട്ടൊന്ന് വയറൊക്കെ നിറച്ച് നടക്കുവാണ്. ഋഷി വയറ് നിറഞ്ഞ് ഏമ്പക്കം വിട്ടാണ്ട. ഋഷിയുടെ വയറ് നിറഞ്ഞ്. ഋഷി ഹാപ്പിയാണോ? ആ ഋഷി കൊള്ളല്ലോ. ഋഷി എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പോവാ. ഋഷി എല്ലാ പെമ്പിള്ളാരും വളച്ചോണ്ടിരിക്കുക കേട്ടോ ഋഷി. വാ, നമ്മള് ബീച്ച് സൈഡിൽ കൂടെ നടക്കുവാണ്.
മെസ്സിക്കുട്ടാ എല്ലാവർക്കും ഹായ് കൊടുത്ത് പോവാണ്. മെസ്സി ഉള്ളതുകൊണ്ട് അച്ഛന് ഹായ് കിട്ടുന്നു. നീ അങ്ങോട്ടല്ലേടാ നോക്കിയേ, ചേച്ചി ഇങ്ങോട്ടല്ലല്ലോ നോക്കിയേ. വാ കള്ളറച്ചി. ചേച്ചി നോക്കിയെന്ന്. അവനെല്ലാവർക്കും ഹായ് ഇങ്ങനെ വീശിയിട്ട് അവര് ഹായ് പറഞ്ഞു. എന്നിട്ട് രാവിലെ എടുത്ത് കെട്ടാൻ എന്തൊരു പാടായിരിക്കും അല്ലേ? നൈറ്റ് ആയപ്പോൾ ആകെ മാറി. രാവിലെ വന്നപ്പോൾ സൈഡിലൊക്കെ അവർ ചെയറും കാര്യങ്ങളും മറ്റേ അംബ്രലയൊക്കെ വെച്ചിട്ട് ഫുൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ നൈറ്റ് വന്നപ്പോൾ അതൊക്കെ അവർ മാറ്റി വെച്ചിട്ട് അവർ പോയി സൈഡിൽ. അല്ലാതെ വേറൊരു വൈബായി നൈറ്റ് പട്ടായ ബീച്ചിൽ വന്നപ്പോഴത്തേക്കും ആകെ ഒരു മാറ്റം. പക്ഷെ നമ്മുടെ കൂടെ കൂടെ നടക്ക്. ഋഷിക്കുട്ടെ പതിയെ. ഋഷി അങ്ങ് ഓടി തിമിർക്കുക. ഋഷിക്ക് എങ്ങാണ്ട് ഏക്കർ കണക്കിന് സ്ഥലം കിട്ടിയ കണക്ക് ഋഷി. നമ്മള് ഇനി അറ്റത്താ വന്നത്, മനസ്സിലായോ? അതാണോ? നമ്മൾ അവിടെ നിന്ന് നടന്നാണ് രാവിലെ. ആണോ? നടന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും രാവിലെ നമ്മൾ കണ്ട പട്ടായ ബീച്ചിൽ പിന്നെ എത്തിയിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് വരുക. ഋഷി പട്ടായ ബീച്ച്. ടവറോ? മൊബൈൽ ടവർ. എന്ത് ഫ്ലാഗ്? എന്താ ചായ കുടിച്ചിട്ട് പോന്നെ? ചായ കൊടുക്കട്ടെ. ഇത് ടുക്ക് എടുത്തിട്ട് പോവാണ് കേട്ടോ റൂമിലേക്ക്. ഇനിയിപ്പം നടക്കാൻ വയ്യാന്ന്, ഇവരൊക്കെ ക്ഷീണിച്ചത്. അങ്ങനെ 100 ബാത്താണ് കേട്ടോ പറഞ്ഞേക്കണം. നമുക്ക് ഇതിൽ കയറി അവിടെ പോവാം. റൂമിൽ പോയി കിടന്ന് ഉറങ്ങണമെന്ന്. അത് കഴിഞ്ഞിട്ട് നാളെ 9:30 ആകുമ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ക്രിസ്മസ് ആയത് കാരണം എല്ലാവർക്കും വെക്കേഷൻ ആയത് കാരണം കുറേ ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ വെക്കേഷൻ അല്ലാത്ത സമയത്താണ് വന്നത്. ഇവിടെ ഇഷ്ടം മാതിരി ടുക്ക് സർവീസ് ഉണ്ട് കേട്ടോ. കണ്ട രാത്രിയാണ് ഓണായിരിക്കുന്നത്. രാവിലെ നമ്മൾ വന്നപ്പോൾ ഒന്നുമില്ല. ആക്ച്വലി രാവിലെ റൂം കിട്ടിയിരുന്നെങ്കിൽ രാവിലെ കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം മൊത്തം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഇവിടെ നടന്ന് കാണാമായിരുന്നു. നമ്മൾ രാവിലെ റൂം കിട്ടാത്ത കാരണം പുറത്തോട്ടിറങ്ങി. അപ്പം ആരും ഇല്ല. ആ 7-Eleven ഷോപ്പ് ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പം നമുക്ക് വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ അതേ പറ്റുള്ളൂ എന്നാ തോന്നുന്നത്.
ഒക്കെ ഇറങ്ങാറായി. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ റൂമിലെത്തി. ഇനി ഒന്ന് പോയി കിടന്നുറങ്ങണം. ഇനി നാളെ രാവിലെ. ഇപ്പം തന്നെ സമയം എത്രയായി? ഇവിടുത്തെ 1 മണിയോ? വാ, 1 o'clock ആയിരിക്കുന്നു. നോക്കി ആ വാ, ഇങ്ങോട്ട് വാ ഋഷി, ഇങ്ങോട്ട് വാ. കുറച്ച് സാധനം നാളെ ഐലൻഡിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും ഒക്കെ മേടിച്ചോളൂ കേട്ടോ. അല്ലേ?